തിയേറ്ററിൽ നിറഞ്ഞോടുമ്പോഴും മഞ്ഞുപോൽ ബോയ്സിൻ്റെ യഥാർത്ഥ കഥ വെളിപ്പെടുത്തുകയാണിവിടെ. അന്നവർ കണ്ട നിസ്സഹായതയുടെയും ആത്മബലത്തിൻ്റെയും നേർസാക്ഷ്യം അനുഭവിക്കുകയാണ് സിനിമയിലൂടെ. അന്നവിടെ കണ്ടത് വാക്കുകളിലൂടെ പറഞ്ഞു നോക്കിയാലോ? ഇത് സിജുവിൻ്റെയും സുഭാഷിൻ്റെയും കഥ. എറണാകുളം മഞ്ഞുമൽ സ്വദേശിയായ സുഭാഷ് കഥയിലും തിരക്കഥയിലെയും ഏറെ താല്പര്യമുള്ള വ്യക്തിയായ താൻ ഒരിക്കലും വിചാരിച്ചില്ല ഒരു ഉല്ലാസയാത്രയിൽ 600 അടി താഴ്ചയുള്ള ഗുഹയിലേക്ക് ചാടുമെന്ന്. സിജുവിൻ്റെയും സുഭാഷിൻ്റെയും ഒരുമിച്ചുള്ള അതിജീവനം അറിയാൻ ബാക്കി വെച്ചത് ജീവൻ്റെ വിലയും. തിരക്കഥകളൊക്കെ കുത്തിക്കുറിക്കാറുള്ള സുഭാഷ് ഒരിക്കലും വിചാരിച്ചില്ല ഒരു സിനിമാ കഥ പോലെ വെല്ലും വിധത്തിൽ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമെന്ന്. തമിഴ്നാട്ടിൽ കൊടൈക്കനാലിന് അടുത്തുള്ള ഗുണ കേവുകളുടെ ചരിത്രത്തിന് ഭൂമിയോളം പഴക്കമുണ്ട്. ഗുണ എന്നത് ഒരു ഗുഹയല്ല, പാറക്കെട്ടുകൾക്കിടയിലെ പല ആഴവും പല വലിപ്പവുമുള്ള ചെറുതും വലുതുമായ ഗുഹകൾ നിറഞ്ഞ ഒരു സമുച്ചയമാണ് ഗുണ പോയിൻ്റ്. ഇവിടെ വെച്ച് ചിത്രീകരിച്ച ഗുണ എന്ന തമിഴ് സിനിമ പുറത്തു വന്നപ്പോഴാണ് ചെകുത്താൻ്റെ അടുക്കള എന്നറിയപ്പെട്ടിരുന്ന ഈ സ്ഥലം ഗുണ കേവ് എന്ന പേരിൽ പ്രശസ്തമായത്. 2006 സെപ്റ്റംബർ 3 മഞ്ഞുമ ഗ്രാമത്തിൽ നിന്നും കൊടൈക്കനാലിലേക്ക് ഉല്ലാസയാത്ര പോകുമ്പോൾ സുഭാഷും സിജുവും ഉൾപ്പെടുന്ന ഈ സംഘാംഗങ്ങളിൽ ആരും തന്നെ ഒരിക്കലും വിചാരിക്കാത്ത സംഭവങ്ങളാണ് ആ യാത്ര അവർക്ക് വേണ്ടി മാറ്റിവെച്ചത്. ഘോരമായ മഞ്ഞും അതിനുമൊത്ത മഴയും പെയ്യുന്ന സെപ്റ്റംബർ 4 അവർ കൊടൈക്കനാലിൽ എത്തുന്നത്. പാറകളാൽ ചുറ്റപ്പെട്ട് ശരിക്കും ഒരു ഗുഹയിലൂടെ പോകുന്ന അവസ്ഥയാണ് നമുക്ക് അനുഭവിക്കാൻ കഴിയുക. ഇവിടുത്തെ ആളുകൾ മാത്രമല്ല, വിദേശികളടക്കം പോകുന്ന ഒരു സ്ഥലമാണ് കൊടൈക്കനാൽ. അവരവിടെ എത്തിയതും മഴ പെയ്യാൻ തുടങ്ങി. അങ്ങോട്ട് പോവാൻ കുറച്ച് പേർക്ക് താല്പര്യമില്ലായിരുന്നു, എന്നാൽ കുറച്ച് പേർക്ക് താല്പര്യമുണ്ടായിരുന്നു. വേണ്ട എന്നുള്ള തീരുമാനത്തിൽ നിൽക്കുമ്പോഴായിരുന്നു വേറെ 2 ടൂറിസ്റ്റുകൾ വന്ന് ഇറങ്ങിപ്പോകുന്നത് അവർ കണ്ടത്. ഇറങ്ങിപ്പോണത് കണ്ടപ്പോഴാണ് സംഘാംഗങ്ങളിൽ 2 പേര് ഇറങ്ങിയത്. അങ്ങനെയാണ് കൂടെയുള്ളവരും പോയത്. ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇത്ര വലിയ കുഴിയാണെന്ന് വിചാരിച്ചു പോലും ഇല്ലാതിരുന്നത്. ഒരു ചെറിയ കൊച്ചിന് പോലും വേച്ച് പോവാവുന്ന അത്രയും ഗ്യാപ്പുള്ള കുഴി. സുഭാഷ് നിന്ന സ്ഥലത്ത് നിന്ന് കാലെടുത്ത് വെച്ച് അപ്പുറത്തോട്ട് കയറിപ്പോയി. എന്നാൽ പെട്ടെന്ന് സ്ലിപ്പായി താഴേക്ക് ഒരൊറ്റപ്പോക്ക്. പിന്നെ എല്ലാവർക്കും എന്താ സംഭവിച്ചതെന്ന് അറിയാൻ പോലും പറ്റാത്ത അവസ്ഥ. ജീവനില്ലാത്ത അവസ്ഥ. ആരോട് എന്തു പറയണമെന്ന് അറിയാത്ത അവസ്ഥ. അവർ തൻ്റെ കൂട്ടുകാരനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഒരു 15 മിനിറ്റോളം സുഭാഷിൻ്റെ ശബ്ദമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവർ എല്ലാ ദൈവങ്ങളെയും വിചാരിച്ച് പ്രാർത്ഥിച്ചൊരു വിളിച്ചു. ദൈവത്തിൻ്റെ അനുഗ്രഹമെന്ന് പറയട്ടെ, ആ ഒരു വിളിയിൽ സുഭാഷ് വിളി കേട്ടു. സുഭാഷിനെ വിളിച്ച് കുറച്ചു കഴിഞ്ഞതും മഴ പെയ്യാൻ തുടങ്ങി. മഴ എന്ന് പറഞ്ഞാൽ പേമാരി മഴ. മഴ ഡയറക്റ്റ് കുഴിയിലോട്ട് വരുന്നില്ലെങ്കിലും എല്ലാ സ്ഥലത്തു നിന്നും വരുന്ന വെള്ളം കുഴിയിലോട്ടാണ് പോകുന്നത്. കല്ലും വെള്ളം വരുന്നത് ആ കുഴിയിലോട്ടാണ്. കല്ലും വെള്ളം വന്ന് സുഭാഷ് ഒഴുകിപ്പോവുക എന്ന് വിചാരിച്ച് എല്ലാവരും വട്ടം നിന്ന് കൂടി ആ വെള്ളം തിരിച്ചുവിടുകയായിരുന്നു. ഒഴുകി വരുന്ന കല്ലുകൾ മറ്റും മാറ്റുകയായിരുന്നു. 2-3 മണിക്കൂറോളം അവർ എന്തൊക്കെ ചെയ്തെന്ന് അവർക്ക് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥ. അതിലോട്ട് വരുന്ന എല്ലാ വെള്ളവും എല്ലാ കല്ലുകളും അവർ വഴിതിരിച്ചു വിടുകയായിരുന്നു. അതുപോലും അവർക്ക് നേരവണ്ണം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഒഴുകി വരുന്ന വെള്ളവും കല്ലുകളും അവൻ്റെ മേലേക്ക് വീഴുമോ എന്നൊരു ശങ്ക. ഓരോരുത്തരും അവനെ വിളിക്കുമ്പോഴും ബാക്കിയുള്ളവർ മഴവെള്ളം മാറ്റിവിടുകയായിരുന്നു. അങ്ങനെ മാറി മാറിയാണ് അവർ അവനെ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴെല്ലാം സുഭാഷ് കേൾക്കുന്നുണ്ടായിരുന്നു. പേടിക്കേണ്ട, ഫയർഫോഴ്സുകാർ വരും എന്ന് പറഞ്ഞ് കൂട്ടുകാരനെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. ഫയർഫോഴ്സുകാരെ വിളിക്കാൻ ആളുകൾ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞ് സുഭാഷിനെ കൊണ്ട് വർത്തമാനം പറയിപ്പിച്ചു കൊണ്ടേയിരുന്നു. സുഭാഷ് ഉറങ്ങിപ്പോയാലോ എന്ന് വിചാരിച്ച് വർത്തമാനം 3 ആൾക്കാരെ മാറി മാറി തുടർച്ചയായിട്ട് സുഭാഷിനെ കൊണ്ട് വർത്തമാനം പറയിപ്പിച്ചു കൊണ്ടേയിരുന്നു. ഫയർഫോഴ്സുകാർ വന്ന് അവർ ഫയർഫോഴ്സുകാർക്കൊപ്പം കൂടി. എന്നാൽ ഫയർഫോഴ്സുകാർ അവരെ മേലേക്ക് പറഞ്ഞു വിടുകയാണ് ഉണ്ടായത്. സിജുവും ഒരു കൂട്ടുകാരനെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഫയർഫോഴ്സുകാർ ഇറങ്ങുമെന്ന് വിചാരിച്ചാണ് കൂട്ടുകാരന്മാർ മുകളിലോട്ട് പോയത്. എന്നാൽ അവർ വടം കെട്ടിയെങ്കിലും അവർ ഇറങ്ങിയില്ല. പിന്നെയാണ് അവിടുത്തെ ആൾക്കാർ വന്ന് പറഞ്ഞത് അവിടെ 13 ആൾക്കാർ മരിച്ചിട്ടുണ്ട്, 14ാമത്തെ ആളുടെ പേര് എഴുതാൻ പോവുകയാണെന്ന്. ഇത് കേട്ടതും സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു കൂട്ടുകാർ. എന്നാൽ സുഭാഷിനാകട്ടെ ഒന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. സകലതും ഇരുട്ടായിരുന്നു. ഒരു അബോധാവസ്ഥയിലായിരുന്നു. കൂട്ടുകാർ പറയുന്ന മറുപടികൾക്ക് ഒരു മോഡലായിട്ടായിരുന്നു സുഭാഷ് മറുപടി പറഞ്ഞിരുന്നത്. ഒരു ഫ്രീസറിൽ എന്ന പോലെ ശരീരം മുഴുവൻ മരവിക്കുന്ന അവസ്ഥ. ജീവൻ വിട്ടുകളയാൻ മടിയുള്ളത് കൊണ്ട് മാത്രം പിടിച്ചു നിന്നു.
ഫയർഫോഴ്സുകാർ വന്ന സ്ഥലമൊക്കെ വീക്ഷിച്ചു. ആദ്യം അവരെ ഫോൺ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് വന്നിട്ട് കാര്യമില്ലെന്നായിരുന്നു. സംഭവം നേരിട്ട് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് അവർ വന്നത് തന്നെ. അങ്ങനെ അവർ കുഴിയിലോട്ട് വടം ഇട്ടുകൊടുത്തു. അരമണിക്കൂർ കഴിഞ്ഞിട്ട് അവർ ഇറങ്ങാതെ വന്നപ്പോൾ സിജു തന്നെ ആ ദൗത്യം ഏറ്റെടുത്തു. ആദ്യമൊന്നും അവർ സമ്മതിച്ചില്ലെങ്കിലും കൂട്ടുകാരനെ രക്ഷിക്കാനുള്ള ആ ഇത് കണ്ടപ്പോൾ അവർ സമ്മതിക്കുകയായിരുന്നു. മാത്രമല്ല സിജു ഇറങ്ങിയില്ലെങ്കിൽ നാട്ടുകാർ ഇടപെട്ട് അവർ ഇറങ്ങേണ്ട അവസ്ഥ വരുമായിരുന്നു. അങ്ങനെയായിരുന്നു സിജുവിനോട് ഇറങ്ങാൻ ഫയർഫോഴ്സുകാർ സമ്മതിച്ചത്. അങ്ങനെ ഒരു ടോർച്ചും കഴുത്തിൽ കെട്ടി സിജു ഇറങ്ങുകയായിരുന്നു. അങ്ങനെ ലൈറ്റും കഴുത്തിൽ കെട്ടി ഇറങ്ങിയ സിജുവിനോട് സുഭാഷ് പറഞ്ഞത് ഒരേ ഒരു കാര്യമാണ്, നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമോ എന്ന്. നീ പേടിക്കേണ്ട, നമുക്ക് രക്ഷപ്പെടാം എന്ന് സമാശ്വസിപ്പിക്കുകയായിരുന്നു സിജു ചെയ്തത്. നേരെ ഇറങ്ങി നോക്കുമ്പോഴാണ് ഇത് സ്ട്രൈറ്റ് ആയിട്ടുള്ള കുഴിയല്ല, കുറച്ച് ടേണായിട്ടും ചെരുവായിട്ടുമുള്ള കുഴിയായിരുന്നു. അങ്ങനെ 50 അടി താഴ്ചയിലെത്തിയപ്പോൾ ഉണ്ടായ കയർ തീർന്നു പോയി. അങ്ങനെ ഒരു കല്ലിൽ ചവിട്ടി നിന്ന് സിജു മേലേക്ക് വിളിച്ച് പറയുകയായിരുന്നു കയർ തീർന്നു പോയെന്ന്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു കയർ കൊണ്ടുവന്ന് മുകളിൽ കെട്ടി താഴേക്ക് ഇടുകയായിരുന്നു. അങ്ങനെ ഇറങ്ങി ഏകദേശം 87 അടി താഴ്ചയിലെത്തിയപ്പോഴായിരുന്നു സുഭാഷിനെ കണ്ടത്. 50 അടി താഴ്ചയിലെത്തി കയർ തീർന്നപ്പോഴാണ് അതുവരെ പേടിക്കാതിരുന്ന സിജു ചെറുതായൊന്ന് പേടിച്ചത്. ഉണ്ടായ കയർ തീർന്നും പോയി മുകളിൽ നോക്കിയപ്പോൾ വന്ന കുഴിയും കാണാനില്ല. ഒരു കല്ല് നിൽക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് സിജു തന്നെപ്പോലും കുറിച്ച് ആലോചിച്ചത്. എന്തു ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ. 50 അടി താഴ്ചയിൽ ഇറങ്ങിയപ്പോഴൊന്നും സുഭാഷിനെ കാണാൻ സാധിച്ചിരുന്നില്ല. എങ്കിലും സിജു പറയുന്ന മറുപടികൾക്ക് പ്രതികരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 87 അടി താഴ്ചയിലെത്തിയ സുഭാഷിനോട് നമുക്ക് രക്ഷപ്പെടാമെന്ന് സമാശ്വസിപ്പിച്ച് കയർ സുഭാഷിൻ്റെ മേലെ കെട്ടുകയായിരുന്നു. കയർ കെട്ടാൻ പോലും പ്രയാസമുണ്ടായിരുന്നു. ദേഹത്തും മുറിവും ചതവുമായിരുന്നു. ഒരു വിധത്തിൽ കെട്ടി കയർ മേലേക്ക് വലിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ കയർ ബ്ലോക്കായിപ്പോയി. ചെരുവായ കാരണം. പിന്നെ ചവിട്ടിക്കയറേണ്ട അവസ്ഥയായിരുന്നു. ശരീരം മൊത്തമായും തളർന്ന അവസ്ഥയിലായിരുന്നു സുഭാഷ്. അങ്ങനെ 2 പേരും കുറച്ചു ഭാഗം ചവിട്ടി കയറേണ്ടതായിട്ട് വന്നു. പിന്നെ സിജു സുഭാഷിനെ കെട്ടിപ്പിടിച്ച് കയർ മേലേക്ക് വലിച്ചു. രക്ഷപ്പെടാനുള്ള തീവ്രമായ ആഗ്രഹം, അത് ഒന്നുകൊണ്ട് മാത്രമാണ് അവർ പിടിച്ചു കയറിപ്പോന്നത്. അവർ കയർ പിടിച്ച് കയറുകയും മുകളിൽ നിന്ന് കയർ പിടിച്ച് ടൈറ്റ് ചെയ്യുകയും ചെയ്തു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കയർ എവിടെയോ സ്റ്റക്കായി. പിന്നെ ഒരു തടിക്കഷ്ണം കൊടുന്ന് ഉടക്കം മാറ്റി. അങ്ങനെ 10 മിനിറ്റോളം കയറിപ്പോന്നു. അങ്ങനെ പതുക്കെയായിരുന്നു കയറിപ്പോകുന്നത്. മേലേക്ക് എത്തിയതും സുഭാഷിനോട് ആദ്യം ചോദിച്ചത് മുന്നേ 13 പേര് വീണതിൻ്റെ അസ്ഥികൂടം വല്ലതും കണ്ടോ എന്നായിരുന്നു. സുഭാഷ് മേലെത്തിയതും സുഭാഷിനെ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ കാണിക്കണം, സ്വന്തം നടത്തിയാൽ മതി എന്ന ചിന്തയായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ മലയാളിയായിരുന്ന ഒരു നേഴ്സായിരുന്നു. ശരിക്കും ആ സിസ്റ്ററിനോട് സംസാരിച്ചപ്പോഴായിരുന്നു അവർക്ക് കുറച്ച് സമാധാനം കിട്ടിയത്. ഇവിടെ അധികം ട്രീറ്റ്മെൻറ്റ് നടത്തേണ്ട, നാട്ടിലേക്ക് പോയി അവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തോളൂ എന്നായിരുന്നു ആ സിസ്റ്റർ പറഞ്ഞത്. ഗുണ പോയിന്റിലെത്തി അവർ ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ എടുക്കുന്നതിനിടെ അവർ ഒരു ചെറിയ കുഴി ചാടിക്കടന്നു. അങ്ങനെ മൂന്നാമതായി ചാടിയ സുഭാഷ് 87 അടി താഴ്ചയിലേക്ക് വീഴുകയായിരുന്നു. അങ്ങനെ ജീൻസിൻ്റെ വള്ളിയിൽ ഉടക്കി നിന്നു. എന്നാൽ 87 അടി താഴ്ചയിൽ വീണ സുഭാഷിനെ ഉപേക്ഷിച്ച് നാട്ടിലേക്ക് പോകാൻ അവർക്ക് ആലോചിക്കാനേ കഴിയില്ലായിരുന്നു. ആർത്തിരുമ്പുന്ന മഴയിലും മഴവെള്ളം പോവാതെയും കല്ലുകൾ ഒലിച്ചു വീഴാതെ നോക്കിയും അവർ തൻ്റെ കൂട്ടുകാരന് വേണ്ടി തടകെട്ടി നിന്നു. കുഴിയിലേക്ക് വീണ തങ്ങളുടെ സുഹൃത്തിനു വേണ്ടി അവർ എന്തും ചെയ്യാൻ തയ്യാറായിരുന്നു. പുറത്തു നിന്ന് അവർ ആശ്വാസവചനങ്ങൾ നൽകി. മരണത്തിന് തൻ്റെ കൂട്ടുകാരനെ വിട്ടു നൽകില്ല എന്ന് അവർ ദൃഢനിശ്ചയം ചെയ്തു. ഫയർഫോഴ്സിൻ്റെ അലസമായ ശരീരപ്രകൃതിയും നാട്ടുകാരുടെ വർത്തമാനം കൂടി കേട്ടപ്പോൾ ആ കൂട്ടുകാർ ഹൃദയം കൊണ്ട് തകർന്നു പോയി. എങ്കിലും ഈശ്വരനിലുള്ള വിശ്വാസം അവരുടെ കരങ്ങൾക്ക് കരുത്തേകി. അപ്പോഴും കുഴിക്കുള്ളിൽ ഐസ് കട്ടയോളമുള്ള തണുപ്പിൽ സുഭാഷ് മരണത്തോട് മുഖാമുഖം കാണുകയായിരുന്നു. ജീവൻ നിലനിർത്തണമെന്ന ഉറച്ചമായ തീരുമാനമായിരുന്നു സുഭാഷിനെ അവിടെ നിലനിർത്തിയത്. സുഹൃത്തിനെ രക്ഷിക്കുക എന്ന ഉറച്ച ബലമായിരുന്നു സിജുവിന് കരുത്തേകിയത്. പോയെന്ന് വിചാരിച്ച ജീവൻ തിരിച്ചു കിട്ടുമ്പോൾ അതിൻ്റെ സന്തോഷം വളരെ വലുതാണ്. നമുക്ക് ചുറ്റും ജീവനുണ്ടാകുമ്പോൾ അതിൻ്റെ വില നമുക്ക് മനസ്സിലാവില്ല. സുഭാഷിൻ്റെ ജീവനായിരുന്നു അവരുടെ ലക്ഷ്യം. അത് തിരിച്ചു കിട്ടിയതാണ് അവരുടെ ആശ്വാസം. ഇത്രമാത്രം അവരുടെ പ്രവൃത്തിയിലൂടെ ജീവൻ്റെ വില മനസ്സിലാക്കി തന്ന മഞ്ഞുമൽ ബോയ്സിന് നന്ദി പറഞ്ഞ് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു.